ബ്ലഡ് ക്യാൻസർ എന്ന മാരക രോഗത്തോട് പോരാടുന്ന ജിയമോളുടെ ചികിത്സയ്ക്കായി 50 ലക്ഷം രൂപ ആവശ്യമായി വരുമെന്ന് ഡോക്ടർമാർ പറയുന്നു. 5 വയസ്സുകാരി ജിയമോളുടെ ചികിത്സയ്ക്കായി നാട് ഒരുമിക്കുന്നു. ഒപ്പം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കാരുണ്യമതികളുടെ കനിവ് തേടുകയാണ്. കള്ളാർ പഞ്ചായത്തിലെ 2-ാം വാർഡിലെ 5 വയസ്സു മാത്രം പ്രായമുള്ള ജിയമോൾ ജിനീഷിന്റെ ജീവൻ നിലനിർത്താൻ നാടിന്റെ അടിയന്തര സഹായം തേടുകയാണ്. ബ്ലഡ് ക്യാൻസർ എന്ന മാരക രോഗത്തോട് പോരാടുന്ന കുഞ്ഞിന്റെ ക്യാൻസർ കോശങ്ങൾ ഇപ്പോൾ തലച്ചോറിനെ കൂടി ബാധിച്ച നിലയിലാണ്. 2 വർഷം മുൻപ് കഠിനമായ ചികിത്സകളിലൂടെ രോഗാവസ്ഥയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നതാണ്. എന്നാൽ വിധി വീണ്ടും കുഞ്ഞിനെ ക്രൂരമായി വേട്ടയാടുകയാണ്. ഇനിയൊരു നിമിഷം പോലും വൈകാതെ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ എത്രയും വേഗം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലെ വിദഗ്ധ ക്യാൻസർ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. 50 ലക്ഷം രൂപയോളം ചികിത്സാ ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ജിനീഷിന്റെ മകൾ ജിയാമോൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ് നിങ്ങളേവരുടെയും. 2-ാമത്തെ വയസ്സിൽ ബ്ലഡ് ക്യാൻസർ എന്ന രോഗം ആരംഭിച്ചു. ഇത് 2-2.5 വർഷത്തോളമായിട്ട് അതിൻ്റെ ചികിത്സയിലായിരുന്നു. ഏകദേശം ബ്ലഡ് ക്യാൻസർ കുറഞ്ഞെന്ന് വിശ്വസിച്ചപ്പോഴാണ് കുഞ്ഞുമോളുടെ കണ്ണിൽ ചെറിയൊരു പ്രോബ്ലം പോലെ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് തലയെ ചുമ ബാധിച്ചതായിട്ടും തുടർന്നുള്ള ചികിത്സ നടത്തിയപ്പോൾ ഇനി മുന്നോട്ട് ആ കൊച്ചു ജീവിക്കണമെങ്കിൽ കുഞ്ഞിനെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് നടത്തേണ്ടതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏകദേശം ചിലവ് അന്വേഷിച്ചപ്പോൾ 50 ലക്ഷം രൂപയാണ് അതിന് ചിലവ് വരിക. തീർച്ചയായിട്ടും ആ ഒരു കുടുംബത്തിന് ഇതുവരെയുള്ള ചികിത്സയിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക തീർന്നു. അപ്പോൾ ഇനി മുന്നോട്ടേക്ക് ഈ ഒരു കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ചെറിയൊരു സാമ്പത്തികം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത് കുടുംബാംഗങ്ങളെ സമീപിച്ചപ്പോൾ ജിയമോൾ ചികിത്സ സഹായ കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു രാജപുരം ശാഖയിൽ ഒരു അക്കൗണ്ട് ആരംഭിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മകളുടെ ചികിത്സയ്ക്കായി ഇതിനോടകം സർവ്വതും വിറ്റുപെറുക്കിയ നിർധന കുടുംബത്തിന് നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും വലിയ തുക ഒറ്റയ്ക്ക് കണ്ടെത്തുക തികച്ചും അസാധ്യമാണ്. ഒരു സാധാരണ കുടുംബത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലിയൊരു ഭാരമാണിത്. കള്ളാർ സെന്റ് തോമസ് ജ്ഞാനായ കത്തോലിക്ക പള്ളി കമ്മിറ്റിയുടെയും ഇടവക ജനങ്ങളുടെയും നേതൃത്വത്തിൽ ജിയമോൾ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കമ്മിറ്റിയുടെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജപുരം ബ്രാഞ്ചിൽ ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ നൽകുന്ന ഓരോ ചെറിയ തുകയും കുഞ്ഞു ജിയമോളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഏറെ സഹായകമാകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.